عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും കേൾക്കാനുമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഈ ഇരുത്തവും ഒരുമിച്ച് കൂടലും ഇബാദത്താണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, ആ പേര് കേൾക്കാത്ത ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഉസ്താദായിരുന്നു ഇമാം സഅദി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ തഫ്സീറൊക്കെ പ്രസിദ്ധമാണ്, പ്രശസ്തമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ കൂടെ ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആലയുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്നൊരു ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്നുള്ള ഗ്രന്ഥം കുറച്ചൊരു കനമുള്ള കിതാബാണ്, വിശാലമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നാമത്തെ ദർസ് മുതൽ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. ആ കിതാബ് പൂർത്തിയാക്കുന്ന സമയത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ശിഷ്യൻ മാത്രമാണ്. കിതാബ് പൂർത്തിയാക്കുന്ന സമയത്ത് ഒരാൾ മാത്രമാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയാണ്. ആ കിതാബ് പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് ഒരു ആപ്പിള് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഉസ്താദ് ശിഷ്യൻക്ക് സമ്മാനം കൊടുക്കാൻ. അപ്പൊ ഇബ്നു ഉസൈമീൻ ആദ്യമായിട്ടാണ് ആപ്പിള് കാണുന്നത്. ആപ്പിള് മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ ഇമാം സഅദിയോട് ചോദിക്കുന്നുണ്ട്, ഈ ആപ്പിള് ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് വേവിക്കണോ, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം, ഇൽമ് അങ്ങേയറ്റം ക്ഷമിക്കുന്നവർക്കും നല്ല താല്പര്യമുള്ളവർക്കും കിട്ടുന്നൊരു സംഗതിയാണ്. എല്ലാവർക്കും വാരിക്കോരി അള്ളാഹു നൽകുന്ന ഒരു സംഭവമല്ല അറിവ്, വിജ്ഞാനം എന്നത്. നമ്മൾ അറിവിന് വേണ്ടിയിട്ട് എത്ര സമയം മാറിയിരിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ 100% ഇഖ്ലാസോടു കൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ശുറൂത്തു സ്വലാത്ത് വ അർക്കാനുഹ വ വാജിബാതുഹ എന്നൊരു കിതാബിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഒരു 10-12 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ കിതാബ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ കിതാബ് പൂർത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നല്ല താല്പര്യത്തോടു കൂടി നമ്മൾ ഇരിക്കുക. 100% ഇഖ്ലാസോടു കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യണം. നഹാബന്ദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിം സൈന്യത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് കുറച്ച് നേരത്തെ വരിക. ഈ സൈന്യം വിജയിച്ചിട്ടുണ്ട്, നഹാബന്ദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈന്യത്തിന്റെ ഒരു അംഗം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് നേരത്തെ വന്നത്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് ആ സൈന്യത്തിന്റെ ലീഡറെ പറ്റിയിട്ടാണ്. നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. അപ്പൊ പറഞ്ഞു, നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, വമൻ വൈഹക്, പിന്നെ ആരാണ്, വേറെ ആരൊക്കെ ആ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട്? അപ്പൊ വന്ന ആള് പറഞ്ഞു, ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ, കുറച്ച് ആൾക്കാരെ പേരൊക്കെ എണ്ണി പറഞ്ഞിട്ട് അവരൊക്കെ ഈ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞു.
എന്നിട്ട് പറയുന്നു വേറെയും കുറച്ച് ആളുകളുണ്ട് അമീർ മുഅ്മിനീൻ, പക്ഷെ അവരെ നിങ്ങൾക്ക് പരിചയമില്ല, ആ ആളുകളെ നിങ്ങൾക്ക് അറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് തിരിച്ചു ചോദിച്ചു എന്നാണ്, ഉമറിന് അവരെ അറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടം? വലാകിന്ന അല്ലാഹ യഅരിഫുഹും, അല്ലാഹുവിന് അവരെ അറിയാമല്ലോ. അപ്പൊ ആ ഒരു ചിന്തയാണ് എപ്പോഴും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, അറിവിന്റെ സദസ്സിലിരിക്കുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാകേണ്ടത്. വേറെ ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 100% ഇഖ്ലാസോട് കൂടി ഈ പഠനവുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ കൂടിയിരുത്തം നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ പഠിക്കുന്ന കിതാബിന്റെ പേരെന്താണ്? ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹാ വ വാജിബാതുഹാ. ആരാണ് ഗ്രന്ഥ രചയിതാവ്? ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. കഴിഞ്ഞ ദർസിൽ നമ്മൾ ജസ്റ്റ് കിതാബ് ഒന്ന് പരിചയപ്പെട്ടു. മുഅല്ലിഫിനെ പറ്റി, രചയിതാവിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട പാഠങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. ശുറൂത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇത് വളരെ വിശാലമായിട്ടുള്ള ബൃഹത്തായൊരു ഗ്രന്ഥമൊന്നുമല്ല, ചെറിയൊരു കിതാബാണ്, കുറച്ച് പേജുകൾ മാത്രമല്ല. അപ്പൊ ഇത് ശുറൂത്തു സ്വലാത്താണ്. ഇതാണ് ശുറൂത്തു സ്വലാത്ത്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ കിതാബ് കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡെയിലി നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ കിതാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കിതാബിന്റെ ഒരു PDF കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ആ PDF നോക്കിയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യാം. ഇനി ക്ലാസ് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് വഴി ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഷെയ്ഖ് കിതാബ് ആരംഭിക്കുന്നത് ബസ്മല കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഷെയ്ഖുമാരുടെയൊക്കെ ഗ്രന്ഥ രചനയുടെ ഒരു ശൈലിയാണ് അത്. ബസ്മല കൊണ്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ രചന തുടങ്ങിയിരുന്നത്. അത് ഖുർആനും സുന്നത്തും ഫോളോ ചെയ്തിട്ടുള്ള ഒരു ശൈലിയാണ്. ഇപ്പൊ അള്ളാഹു ഖുർആൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബസ്മല കൊണ്ടാണ് അള്ളാഹുവിന്റെ കിതാബ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ എഴുത്തുകൾ തുടങ്ങിയിരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ടാണ്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് കരാർ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. അത് അവർ അംഗീകരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. എന്നാൽ അള്ളാഹുവിന്റെ പേരിലാണ് ആ എഴുത്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്തുകൾ ഹിർക്കലിന്, കിസ്റക്ക്, കൈസറിന്, ആ കത്തുകളൊക്കെ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഹിർക്കലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ 6260 ഹദീസായിട്ടും ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ 1773 ഹദീസായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എഴുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് അബ്ദില്ലാഹ് വറസൂലിഹി, അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള കത്താണിത്. ഇലാ ഹിർക്കൽ അസീമിർ റൂം, റോമക്കാരുടെ ചക്രവർത്തിയായ ഹിർക്കലിനുള്ള കത്താണിത്. അപ്പൊ ആ കത്ത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കത്ത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കത്ത് എങ്ങനെ തുടങ്ങുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്, അള്ളാഹുവിന്റെ നാമത്തിലുള്ള കത്താണ്. ആർക്കാണ് ആ കത്ത്? ബൽഖീസ് രാജ്ഞിക്കാണ് ആ കത്തുള്ളത്.
ഖുർആനിലെ സൂറത്തുൻ നംലിലെ 30-ാമത്തെ ആയത്തിൽ നമുക്ക് ആ ഭാഗം കാണുകയും ചെയ്യാം. അപ്പൊ ഇത് നബിമാരുടെ ശൈലിയാണ്, ഖുർആനിന്റെ ശൈലിയാണ്, ഹദീസിന്റെ ശൈലിയാണ്. അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയും ഫോളോ ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബ് തുടങ്ങുന്നത്. നമ്മൾ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് ചൊല്ലിയിട്ട് തുടങ്ങുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങുക. അതിലൊരു ബറക്കത്ത് ഉണ്ടാകും, അള്ളാഹുവിന്റെ ഒരു സഹായം ആ കാര്യത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മള് കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ. ഇതിനൊരു ശൈലി, ആദ്യം ഷർത്തുകൾ പറയും, പിന്നെ റുക്നുകൾ പറയും, പിന്നെ വാജിബാത്തുകൾ പറയും. അപ്പൊ ആദ്യം ഷർത്തുകളെ പറ്റിയിട്ടാണ് ഷെയ്ഖ് സംസാരിക്കുന്നത്. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ തിസ്അത്തുൻ. എത്രയാണ്? 9 എണ്ണമാണ്. അല്ലെ, തിസ്അ എന്ന് പറഞ്ഞാൽ 9, തിസ്അത്തുൻ എന്ന് പറഞ്ഞാൽ 9 എണ്ണമാണ്. ഓക്കെ, എന്താ ഷർത്ത് എന്ന് പറഞ്ഞാല്? ഷർത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? നിബന്ധന, കണ്ടീഷൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് ചോദ്യം ചോദിച്ച് അവിടുന്ന് കേട്ട് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിലാരും മടി വിചാരിക്കൊന്നും വേണ്ട, നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ ഷർത്തുൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ, നിബന്ധന എന്നാണ്. ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം അൽ അലാമ, അടയാളം. ഷർത്ത് എന്ന് പറഞ്ഞാൽ അലാമ, അടയാളം എന്നാണ് അർത്ഥം. നമ്മൾ ശർഈയായിട്ട്, മതപരമായിട്ട് ഷർത്ത് എന്ന് പറഞ്ഞാൽ മാലാ യതിമുൽ മശ്റൂതു ബിദൂനിഹി, അതില്ലാത്ത മശ്റൂത്ത് പൂർത്തിയാവുകയില്ല. ഒരു സംഗതി എന്തിനാണോ ഷർത്തായി വെക്കപ്പെട്ടിട്ടുള്ളത്, ആ ഷർത്ത് ഉണ്ടെങ്കിലേ, ആ നിബന്ധനയുണ്ടെങ്കിലേ ആ നിബന്ധനയാക്കി വെക്കപ്പെട്ട സംഗതി നടക്കുകയുള്ളൂ. ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണ് വുദൂ. ഒരു ഉദാഹരണം, നിസ്കാരത്തിന്റെ ഷർത്താണ് വുദൂ. ആ വുദൂ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? നിസ്കാരം ഉണ്ടാവുള്ളൂ. വുദൂ ഉണ്ടെങ്കിലേ നിസ്കാരം ഉണ്ടാവുള്ളൂ. എന്നാൽ വുദൂ എടുത്തു എന്നുകൊണ്ട് ഒരാൾ നിസ്കരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. വുദൂ ഉണ്ടെങ്കിലേ നിസ്കാരം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വുദൂ എടുത്തു എന്ന കാരണം കൊണ്ട് ഒരാൾ നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾ വുദൂ എടുത്തു, ചിലപ്പോൾ അയാൾ നിസ്കരിക്കാം, ചിലപ്പോൾ അയാൾ നിസ്കരിക്കുന്നുണ്ടാവൂല, അത് പ്രശ്നമല്ല. എന്നാൽ അതുണ്ടെങ്കിലേ ഇത് ഉണ്ടാവുള്ളൂ. ഇവിടെ ഷർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 തരത്തിലുള്ള ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ അത് 2 തരത്തിലുണ്ട്. ഒന്ന്, നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളാണ്. നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ, അത് 9 എണ്ണം ഒന്നുമില്ല. ഇവിടെ നമ്മൾ പറയുന്ന ഷർത്തുകൾ നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ്. ഈ 9 നിബന്ധനകൾ പാലിക്കപ്പെട്ടാലേ ഒരാളുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ, സഹീഹാവുകയുള്ളൂ. അപ്പൊ നിസ്കാരം സഹീഹാകാനുള്ള ഷർത്തുകളെ പറ്റിയിട്ടാണ് ഈ കിതാബിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിസ്കാരത്തിന് ഷർത്തുണ്ട്, അതുപോലെ തന്നെ റുക്നുണ്ട്, വാജിബുണ്ട്. ഇതൊക്കെ തമ്മിൽ മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. ഇപ്പോ റുക്നായാലും ഷർത്തായാലും രണ്ടും നിർബന്ധമാണ്, രണ്ടും അനിവാര്യമാണ്. ഇത് രണ്ടും ഇല്ലാതെ നിസ്കാരം ശരിയാവൂല. എന്നാൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന് പുറത്തുള്ളതാണ്. ഷർത്ത് നിസ്കാരത്തിന് പുറത്തുള്ളതാണ്, റുക്ന് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വുദൂ, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ചൊല്ലിയതിന് ശേഷമാണോ വുദൂ എടുക്കേണ്ടത്? അല്ല. ആ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് മൂപ്പർക്ക് എന്ത് വേണം? വുദൂ വേണം. അല്ലെ? കിബിലയിലേക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക, അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. അത് എപ്പോ വേണം? നിസ്കാരം തുടങ്ങിയതിനു ശേഷം മതിയോ? പോരാ, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് വേണം. സത്റുൽ ഔറ, നമ്മുടെ ഔറത്ത് മറക്കുക, അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ആ ഷർത്ത് നിസ്കാരം തുടങ്ങിയതിനു ശേഷം നമ്മൾ ഔറത്ത് മറച്ചാൽ പോരാ. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. എന്നാൽ റുക്ന് അങ്ങനെയല്ല. റുക്ന് നിസ്കാരത്തിന് ഉള്ളിലുള്ളതാണ്. ഫാത്തിഹ നിസ്കാരത്തിന് റുക്നാണ്.
നിസ്കാരം തുടങ്ങിയതിന് ശേഷമാണ് എന്തുള്ളത്? ഫാത്തിഹ ഉള്ളത്. റുക്കൂ നിസ്കാരത്തിന്റെ റുക്നാൻ, സുജൂദ് നിസ്കാരത്തിന്റെ റുക്നാൻ. അതൊക്കെ നിസ്കാരം തുടങ്ങിയതിന് ശേഷം വരുന്ന സംഗതികളാണ്. മാത്രല്ല ഈ ഷർത്ത് എന്നത് അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാവണം. നിസ്കാരത്തിന് മുമ്പ് തന്നെ ഷർത്ത് ഉണ്ടാവണം, നിസ്കാരം കഴിയുന്നത് വരെ ആ ഷർത്ത് ഉണ്ടാവുകയും വേണം. ഇപ്പൊ വുദൂ, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ ഒരാൾ വുദൂ എടുത്തു, നിസ്കാരം തുടങ്ങി സുജൂദിലെത്തിയപ്പോൾ അയാളുടെ വുദൂ നഷ്ടപ്പെട്ടു. അപ്പൊ നിസ്കാരത്തിന് തുടക്കത്തിൽ വുദൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇടയിൽ വെച്ചിട്ട് ആ ഷർത്ത് നഷ്ടപ്പെട്ടാലും അയാളുടെ നിസ്കാരം സ്വീകാര്യമാവുകയില്ല. അപ്പൊ ആ നിസ്കാരം തീരുന്നത് വരെ ഷർത്ത് എന്ത് ചെയ്യണം? അയാളുടെ കൂടെ ഉണ്ടാകണം. എന്നാൽ റുക്ന് അങ്ങനെയല്ല. റുക്ന് ഓരോ സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത റുക്നിലേക്ക് പോകും. ഇപ്പൊ ഫാത്തിഹ ഒരു റുക്നാണ്, ആ റുക്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റുക്ന് റുക്കൂ വരികയാണ്, പിന്നെ അടുത്ത റുക്ന് ഇഅ്തിദാല് വരികയാണ്. അങ്ങനെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് റുക്നുകൾ. എന്നാൽ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അവസാനം വരെ ഉണ്ടാവുകയും വേണം. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു ചോദ്യം. ഇപ്പൊ നമ്മള് ഷർത്തും റുക്നും വാജിബൊക്കെ ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുമ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചെന്നതാണോ? ഒരു ഹദീസിലൂടെ നബി പറയാണ്, 9 ഷർത്തുകളാണ് നിസ്കാരത്തിനുള്ളത്. അത് അൽ ഇസ്ലാം വൽ അഖ്ൽ വതമീസ്, അങ്ങനെ ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എണ്ണി പറഞ്ഞു. പിന്നെ നിസ്കാരത്തിന് 14 റുക്നുകളാണുള്ളത്, ആ റുക്നുകൾ ഇതൊക്കെയാണ്. നിസ്കാരത്തിന് 8 വാജിബാത്തുകളാണുള്ളത്, ആ 8 വാജിബാത്തുകൾ ഇങ്ങനെയാണ് എന്ന് നബി ഹദീസിലൂടെ നമുക്ക് എണ്ണി പറഞ്ഞെന്നാണോ? ആണോ? അല്ല. അത് നുസൂസുകൾ നോക്കിയിട്ട്, പ്രമാണങ്ങൾ നോക്കിയിട്ട്, ഹദീസുകൾ നോക്കിയിട്ട്, ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചിട്ട് പണ്ഡിതന്മാർ എന്ത് ചെയ്തതാണ്? ക്രോഡീകരിച്ചതാണ്. അവരുടെ പരന്ന വായനയിൽ നിന്നും അവര് എടുത്തു തന്നിട്ടുള്ളതാണ് ഈ ഷർത്തുകളും റുക്നുകളും വാജിബാത്തുകളും ഒക്കെ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വേർതിരിച്ച് പറഞ്ഞു തന്നതല്ല. എന്നാൽ അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഒരു റുക്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ഷർത്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക, വാജിബാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഷർത്തും റുക്നും തമ്മിലുള്ള മാറ്റം എന്താണ്? അഹ്സൻതും. ഒരു വ്യത്യാസം, ഷർത്ത് അവസാനം വരെ എന്ത് ചെയ്യണം? നിലനിർത്തണം. റുക്നോ? റുക്ന ആ റുക്നിന്റെ സമയത്ത് അല്ലെ, ഫാത്തിഹ ഒരു റുക്നാണ്. അപ്പൊ ഫാത്തിഹ തീരുന്നവരെ, ഫാത്തിഹ തീർന്നാൽ പിന്നെ അടുത്ത റുക്നിലേക്ക് നമ്മൾ പോവാൻ. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം എന്താ? അഹ്സൻതും. ഷർത്ത് എന്നുള്ളത് നിസ്കാരത്തിന്റെ പുറത്തുള്ള സംഗതിയാണ്, റുക്ന് എന്നുള്ളത് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള സംഗതിയാണ്. ഇത് രണ്ടും നിർബന്ധമാണ്. ഇത് രണ്ടും നിസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ ആദ്യത്തെ റുക്നാണ് പറയുന്നത്. ആദ്യത്തെ ഷർത്താണ് നമ്മൾ പറയുന്നത്. അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാമു. എന്താ ഒന്നാമത്തെ ഷർത്ത്? മുസ്ലിം ആകണം. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിച്ചാലേ ആ നിസ്കാരം ശരിയാവുകയുള്ളൂ. നിസ്കാരം ശരിയാവുകയുള്ളൂ. ഇവിടൊക്കെ നമ്മൾ ഷർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതൊക്കെ നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ്. നിസ്കാരം നിർബന്ധമാകാനുള്ള നിബന്ധനകളല്ല, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ്. ഒന്നാമത്തെ നിബന്ധന അൽ ഇസ്ലാമു, അയാൾ മുസ്ലിം ആയിരിക്കണം. വദിദ്ദുഹുൽ കുഫ്ർ, ആ ഇസ്ലാം എന്നതിന്റെ വിപരീതമാണ് കുഫ്ർ. ഇസ്ലാം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് കുഫ്ർ. വൽ കാഫിറു അമലുഹു മർദൂദ്, ഒരു കാഫിറിന്റെ എല്ലാ കർമ്മങ്ങളും തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല. ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അയാൾ ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. വലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ നിന്നല്ലാതെ അള്ളാഹു നിസ്കാരം സ്വീകരിക്കുകയില്ല. അതിനുള്ള തെളിവുകൾ ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, പിന്നീട് നിങ്ങളെ പുസ്തകങ്ങളിലേക്ക് നിങ്ങൾക്ക് കൈമാറുകയും ചെയ്യാം. എൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് അതൊന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഒന്നുകൂടി നിലനിൽക്കും ഇൻഷാ അല്ലാഹ്.
എന്നാൽ നിങ്ങൾ എഴുതുന്നത് എന്ത് ചെയ്യണ്ട, നിർത്തണ്ട. നമ്മൾ വിചാരിക്കുന്ന പോയിന്റുകൾ ചിലപ്പോൾ ആ നോട്ടിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എഴുതുന്നത് എഴുതിക്കൊണ്ടിരിക്കുക, അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നോട്ട്സ് നമുക്ക് കൈമാറുകയും ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ തെളിവ് സൂറത്തു ആലു ഇമ്രാനിലെ 85-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു ദീനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, സ്വീകരിക്കുന്നത് എങ്കിൽ, അത് അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ആഖിറത്തിൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പോ ഒരു കാഫിറിന്റെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതിന് ഒരു തെളിവാണ് സൂറത്തു ആലു ഇമ്രാനിലെ 85-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് സൂറത്തു തൗബയിലെ 17-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിതത് അഅ്മാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാനുള്ള അവകാശമില്ല. അവർ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ പാടില്ല. അപ്പൊ കഅബയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് മുശ്രിക്കുകളായിരുന്നല്ലോ. അപ്പൊ അവർക്ക് അതിനുള്ള അവകാശമില്ല, അവരുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സൂറത്തു തൗബയുടെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ കാഫിറായ ഒരാളുടെ കർമ്മം സ്വീകരിക്കപ്പെടൂല എന്നുള്ളതിന്റെ രണ്ടാമത്തൊരു തെളിവാണത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ, നമ്മൾ പെട്ടെന്ന് തെളിവുകൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്ത്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. കാഫിറുകളായ ആളുകളെ കർമ്മങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, അതൊക്കെ അള്ളാഹു കാറ്റിൽ പറത്തിക്കളയുന്ന ധൂളികളാക്കി കളയും. സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്താണ്. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താന്ന് വെച്ചാല്, മുസ്ലിം ആണെങ്കിൽ അയാളുടെ കർമ്മം ആര് സ്വീകരിക്കുള്ളൂ? അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഒരു കാഫിറായ മനുഷ്യനാണ് എങ്കിൽ അയാൾ ഇബാദത്തുകൾ ചെയ്താൽ ആ ഇബാദത്തുകൾ ആര് സ്വീകരിക്കൂല? അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഒരു രീതിയാണ്, റമദാനൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പൊ ഒരു നോമ്പെടുക്കും. നമ്മളോടുള്ള ഒരു ഐക്യം എന്നുള്ള നിലക്ക് ഒരു നോമ്പെടുക്കാറുണ്ട്. ആ നോമ്പിന് എന്തുണ്ടാവൂല? കൂലി ഉണ്ടാവൂല. ആ നോമ്പിന് കൂലി ഉണ്ടാവില്ല. ആ നോമ്പ് അവരിൽ നിന്ന് ശരിയാവുകയില്ല. ആ നോമ്പ് ശരിയാകണമെങ്കിൽ, നിസ്കാരം ശരിയാകണമെങ്കിൽ, ഇബാദത്ത് ശരിയാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? മുസ്ലിം ആകണം. മുസ്ലിം ആണെങ്കിലേ അത് ശരിയാവുകയുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് തൗഹീദാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ്. ആ തൗഹീദ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടിയിട്ട് അയച്ചു. എങ്ങോട്ടാ അയച്ചത്? യമനിലേക്ക് അയച്ചത്. യമനിലേക്ക് അയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക തഖദമു അലാ ഖൗമി അഹ്ലിൽ കിതാബ്. അഹ്ലുൽ കിതാബിന്റെ അടുക്കലേക്കാണ് നീ പോകുന്നത്. അവ്വലു മാ തദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാടെ ആദ്യം ചെന്നിട്ട് നിസ്കരിക്കണം എന്ന് പറയാനല്ല പറഞ്ഞത്. ഒരാളെ കണ്ടാൽ ആദ്യം നമ്മൾ പറയേണ്ടതല്ല നിസ്കരിക്കണം എന്നല്ല. ആദ്യം ഓന്റെ ക്ലിയർ ആവേണ്ടത് എന്താണ്? തൗഹീദാണ്. തൗഹീദ് ക്ലിയർ ആയിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആദ്യം ഓനോട് പറയേണ്ടത് തൗഹീദാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയണം. അത് രണ്ടും ഓൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ, യമനുകാര് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? നിസ്കാരത്തിന്റെ കാര്യം അവരോട് പറയുക, സക്കാത്തിന്റെ കാര്യം അവരോട് പറയുക. അപ്പൊ ആദ്യം ശരിയാക്കേണ്ടത് ഇസ്ലാമാണ്. ഇസ്ലാം ശരിയാവാന്ന് പറഞ്ഞാൽ തൗഹീദ് ശരിയാവണം. നമ്മളെ ഉസ്താദ് ഫൈസൽ മൗലവി പറയലുണ്ട്, കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ അദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ ക്ലാസ്സിന് കൊടുത്ത വിഷയം നിസ്കാരാണ്. എന്നാൽ കുഞ്ഞീദ് മദനി സംസാരത്തിൽ മുഴുവൻ അവതരിപ്പിച്ചത് തൗഹീദാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഉസ്താദ് തിരിച്ചു പോകുമ്പോൾ സംഘാടകർ ചോദിച്ചു, അല്ല നമ്മൾ തന്ന വിഷയം നിസ്കാരായിരുന്നു, നിങ്ങൾക്ക് വിഷയം മാറിപ്പോയോ? നമ്മൾ സംസാരിച്ചത് മുഴുവൻ തൗഹീദാണല്ലോ. അപ്പോൾ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ പറഞ്ഞു എന്നാണ്, ഒരാൾക്ക് തൗഹീദ് കിട്ടിയാൽ ഓന് പിന്നെ എങ്ങനെങ്കിലുമൊക്കെ നിസ്കാരം പഠിക്കും, ഓന് നിസ്കരിക്കും. അത് ഒരാൾക്ക് തൗഹീദ് കിട്ടാതെ ഓന് കുറെ കാലം നിസ്കരിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു എന്നാണ്. അപ്പൊ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ആ നിസ്കാരം ശരിയാകണമെങ്കിൽ ആദ്യം അയാൾ ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. അപ്പൊ അതിൻ്റെ ഇടയിൽ വേറൊരു ചോദ്യം, ഒരു കാഫിറിന് നിസ്കരിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞു. ഒരു കാഫിറായ മനുഷ്യൻ നമ്മളെ പള്ളിയിൽ കയറിയിട്ട് ഇഷാ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കോ? സ്വീകരിക്കൂല നമ്മൾ പറഞ്ഞു. എന്നാൽ ബാങ്ക് കൊടുത്തു, ഇവിടെ ജമാഅത്ത് നടക്കുകയാണ്.
ഓനോട് അങ്ങാടിയിൽ ഇരിക്കുന്നുണ്ട്, ഓൻ നിസ്കരിക്കുന്നില്ല, ഓനക്ക് അതിന് കുറ്റം കിട്ടുമോ? ഐക്യൊക്കെ ഉണ്ടായിരുന്നു, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, കുറ്റം കിട്ടൂല, 100% ഉറപ്പാണ്. അതെന്തൊരു അന്യായമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഓനക്ക് കുറ്റം കിട്ടും, കാഫിർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റമില്ല എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു അക്രമമായി പോയില്ലേ? കിട്ടൂല. കാഫിറായ മനുഷ്യന് എന്തുണ്ട്? കുറ്റുണ്ട്. കുറ്റം അവൻക്കുണ്ട്. നിസ്കരിക്കണം എന്നുള്ള കൽപ്പന അവൻക്കും ബാധകാണ്. നിസ്കരിച്ചാൽ ശരിയാവൂല എന്നുള്ള വേറെ കാര്യം. നിസ്കരിക്കണം എന്നുള്ള കൽപ്പന അവൻക്കും ബാധകാണ്. എന്താണ് അതിന് തെളിവ്? എന്താണ് ദലീൽ? നാളെ നരകത്തിലെത്തുന്ന കാഫിറുകളായ ആളുകളോട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരാണ് സൂറത്തുൽ മുദ്ദസിർ. സൂറത്തുൽ മുദ്ദസിറിലെ ആയത്തുകളിലൂടെ നരകത്ത് കിടക്കുന്ന കാഫിറുകളോട് ചോദിക്കുന്നതാണ്, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അവരുടെ മറുപടി എന്താ? ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. ആരുടെ മറുപടിയാണത്? കാഫിറുകളുടെ മറുപടിയാണത്. അപ്പോ ഓർക്ക് നിസ്കാരം ബാധകമല്ലായിരുന്നെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, കാഫിറിനു എന്ത് ബാധകാണ്? നിസ്കാരം എന്നുള്ള ബാധകാണ്. നിസ്കാരം ഒഴിവാക്കുന്നതിന് ഓർക്ക് എന്തുണ്ട്? കുറ്റുണ്ട്, ശിക്ഷയുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവൻ അർഹനാണ്. അല്ലെങ്കിൽ എന്തൊരു അനീതിയാന്ന് നോക്കി നിങ്ങള്. ഈമാനുള്ള ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നതിനൊക്കെ ഓർക്ക് കുറ്റുണ്ട്. കാഫിറായവനെ എങ്ങനെ നടന്നാലും ഓർക്കൊരു കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അത് അക്രമാണല്ലോ. ആ ആ കാര്യമില്ല, നിസ്കരിക്കുന്നോണ്ട് കാര്യമില്ല. ഓനോട് ആദ്യം പറയേണ്ടത് എന്താണ്? മുസ്ലിം ആകാനാണ് ആദ്യം പറയേണ്ടത്. ആദ്യം പറയേണ്ടത് മുസ്ലിം ആകാനാണ്. ഓ നിസ്കരിച്ചാൽ ശരിയാവൂല, വേറെ കാര്യം. പക്ഷെ നിസ്കാരം അവൻക്കും ബാധകമാണ്. നിസ്കാരം ശരിയാകണമെങ്കിൽ ഓൻ ആദ്യം എന്ത് ചെയ്യണം? മുസ്ലിം ആകണം. ആദ്യം ഓനോട് പറയേണ്ടത് മുസ്ലിം ആകാനാണ്. നമ്മൾ ഓനോട് നിസ്കരിക്കാനല്ല പറയേണ്ടത്, ഓനോട് മുസ്ലിം ആകാനാണ് നമ്മൾ പറയുന്നത്. മുസ്ലിം ആയാലും ഓന്റെ നിസ്കാരം സ്വീകാര്യമുള്ളൂ. എന്നാൽ കുഫറിലായിരിക്കെ തന്നെ ഓൻക്ക് എന്ത് ബാധകമാണ്? നിസ്കാരവും ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഓൻക്കും ബാധകം ആണ് എന്നതാണ്. ഇനി ഒരു മുസ്ലിമായ ഒരു കാഫിറായ മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ലാതെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫിഖിന്റെ കിതാബിലൊക്കെ നിസ്കാരം ആർക്കാ നിർബന്ധം വെച്ചാൽ അവിടെ ഉണ്ടാവുക എന്താണ്? മുസ്ലിമായ മനുഷ്യനാണ് നിർബന്ധം എന്ന നിലക്കാണ് ഫിഖിന്റെ കിതാബിൽ ഉണ്ടാവുക. അവിടെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് കാഫിറായ മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഓരോട് എന്ത് ചെയ്യൂല? ആ നിസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കാൻ ആവശ്യപ്പെടൂല എന്ന അർത്ഥത്തിലാണ് ആ കിതാബുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത്. ഇനി ഒരു കാഫിറായ മനുഷ്യനെ ഇബാദത്തുകൾ ചെയ്താൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്താൽ അതിന്റെ മെച്ചം അവൻക്ക് എവിടെ ഉണ്ടാകും? ദുനിയാവിൽ അവൻക്ക് അതിന്റെ മെച്ചം കിട്ടാം. ദുനിയാവിൽ അവൻക്ക് അതിന്റെ മെച്ചമുണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് അവന്റെ മാതാപിതാക്കളെ വളരെ നല്ല നിലക്ക് എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കുന്നുള്ള കൂലി പ്രതീക്ഷിച്ചിട്ടാണ് അവൻ നോക്കുന്നത് വിചാരിക്കുക. അതിന് ആഖിറത്തിൽ അവൻക്ക് എന്തുണ്ടാവില്ല? കൂലി ഉണ്ടാവില്ല. എന്നാൽ ദുനിയാവിൽ അവൻക്ക് അതിൻ്റെതായ മെച്ചങ്ങൾ ഉണ്ടാവും. അവന്റെ കച്ചവടത്തിലൊരു അനുഗ്രഹം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അവന്റെ പഠനത്തിൽ അള്ളാഹുവിന്റെ ഒരു സഹായം, അതൊക്കെ നല്ല നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാഫിറായ മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ ഓർക്കത് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഹദീസുകൾ, ആ ആശയത്തിൽ വരുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വന്നതൊക്കെ നമുക്ക് കാണാനും കഴിയും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഷർത്ത് മുസ്ലിം ആകണം. മുസ്ലിമായ ഒരാൾ നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ലു. എന്താ അഖ്ലു എന്ന് പറഞ്ഞാല്? ബുദ്ധി ഉണ്ടാകണം. ബുദ്ധിയുള്ള ഒരാൾ നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാവുള്ളൂ. വദിദ്ദുഹുൽ ജുനൂൻ, ആ ബുദ്ധി എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അൽ ജുനൂൻ, ഭ്രാന്ത്. ഒരു ഭ്രാന്തൻ പള്ളി കയറിയിട്ട് നിസ്കരിച്ചു, അവന്റെ നിസ്കാരം എന്താവൂല? ശരിയാവുകയില്ല. ഈ ജുനൂൻ എന്ന് പറഞ്ഞാല് ഭ്രാന്ത് എന്നാണ് അർത്ഥം. ശരിക്കും അറബി ഭാഷയിൽ മറഞ്ഞത് എന്നുള്ള ഒരു അർത്ഥത്തിനാണ് അങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോ ജന്നത്ത്, ജന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗം. എന്തുകൊണ്ടാ സ്വർഗത്തിന് ജന്നത്ത് എന്നുള്ള പേര് വന്നത്?
സ്വർഗം എന്നുള്ളത് ഒരു ഇടതൂർന്ന തോട്ടമാണ്. അതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലേക്കും കാണൂല, ഉള്ളിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണൂല. അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു തോട്ടമാണ് അൽ ജന്ന. അതുകൊണ്ടാണ് ജന്നത്ത് മറഞ്ഞത് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഇപ്പൊ ജിന്ന് അല്ലെ, ജിന്ന് എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത്, അതിന്റെ ശരിയായ കോലത്തിൽ നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയൂല. അപ്പൊ അത് മറഞ്ഞതാണ്. അതുപോലെ തന്നെ ജുന്നത്ത്, അസ്യാമു ജുന്നത്തുൻ എന്ന് നബി പറഞ്ഞില്ലേ. എന്താ നോമ്പ് എന്ന് പറഞ്ഞാല് പരിചയാണ്. പരിച എന്ന് പറഞ്ഞ ഒരു മറയാണല്ലോ, വെട്ട് തടക്കാനുള്ള ഒരു മറയാണ് പരിച എന്നുള്ളത്. അതുപോലെ തന്നെ ജനീൻ, ഈ ഗർഭസ്ഥ ശിശുവിനാണ് അറബിയിൽ എന്ത് പറയുക? ജനീൻ എന്ന് പറയുക. അപ്പൊ ജന്ന അല്ലെങ്കിൽ ജുനൂൻ എന്നൊക്കെ ഒരു മറ എന്ന നിലക്ക് ഉള്ള ഒരു അർത്ഥം വരുന്ന പദം കൂടിയാണ്. ശരിക്കും ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി മറഞ്ഞ അവസ്ഥ. അതാണല്ലോ ഭ്രാന്ത്. ബുദ്ധി മറഞ്ഞ അവസ്ഥക്കാണ് എന്ത് പറയുക? ഭ്രാന്ത് എന്ന് പറയുക. ഓക്കെ, ഷെയ്ഖ് പറയാണ് വൽ മജ്നൂനു മർഫൂഉൻ അൻഹുൽ ഖലമു ഹത്താ യുഫീഖ. ഒരു ഭ്രാന്തന്റെ ഭ്രാന്ത് മാറുന്നത് വരെ അവനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഓർക്കുന്നുണ്ടാവില്ല, കുറ്റമുണ്ടാവുകയില്ല, അവൻക്ക് ആ വിധി ബാധകമാകുകയില്ല. അതിന് ഷെയ്ഖ് തെളിവായിട്ട് ഹദീസ് പറയുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ഒരു ശൈലി എന്താന്ന് വെച്ചാൽ, ഷെയ്ഖ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവും കൂടി എന്ത് ചെയ്യും? അതിന്റെ കൂടെ പറയും. അപ്പൊ ഷെയ്ഖ് അതിന് പറയുന്ന തെളിവ്, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 ആളുകളിൽ നിന്ന് അള്ളാഹു പേന ഉയർത്തിയിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 3432 ഹദീസാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2041 ഹദീസുമാണ്. റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ആള് അന്നായിമു ഹത്താ യസ്തൈഖിള. ആരാണ്? ഉറങ്ങുന്നവനാണ്. ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ. ഉറക്കത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു, അതില് എന്തുണ്ടാവില്ല? അയാൾക്ക് കുറ്റം ഉണ്ടാവില്ല, ശിക്ഷ ഉണ്ടാവില്ല. ഉറക്കത്തില് ഒരാൾ എന്ത് ചെയ്തു? അപ്പുറത്ത് കിടക്കുന്ന ആഞ്ഞൊന്ന് ചവിട്ടിയിട്ട് കട്ടിൽമെന്ന് താഴ്ത്തി കിട്ടു. അത് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഉറക്കത്ത് സംഭവിച്ചാണ്, അതിലെന്തുണ്ടാവില്ല? അവനക്ക് കുറ്റം ഉണ്ടാവില്ല. അപ്പൊ അന്നായിമു ഹത്താ യസ്തൈഖിള, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വൽ മജ്നൂനു ഹത്താ യുഫീഖ, ഭ്രാന്തന്റെ ഭ്രാന്ത് മാറുന്നത് വരെ അവൻ നിന്നും പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വസ്സഗീറു ഹത്താ യബ്ലുഗ, ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ അവൻ നിന്നും പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ 3 ആൾക്കാർ പേന ഉയർത്തപ്പെട്ട ആൾക്കാരാണ്. 1 ഉറങ്ങുന്നവൻ, 2 ഭ്രാന്തൻ, 3 ചെറിയ കുട്ടി. ഈ 3 ആൾക്കാരിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് ഉണ്ടാവുക. ഒന്ന് തീരെ ബുദ്ധി ഇല്ലാത്തവർ, ചെറുപ്പം മുതലേ അവർക്ക് എന്തില്ല? ബുദ്ധിയില്ല, ഇനി ആ ബുദ്ധി തിരിച്ചു വരികയില്ല. അങ്ങനത്തെ ടീം ഉണ്ടാകും. ഓർക്ക് ഒരു കാലത്തും എന്ത് നിർബന്ധമല്ല? നിസ്കാരം നിർബന്ധവും അല്ല. ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ശരിയാവുകയും ഇല്ല. അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തൊരു ടൈപ്പ് എന്താന്ന് വെച്ചാൽ ഇടക്കിടക്ക് ബുദ്ധി മറയുന്ന ആൾക്കാർ. അങ്ങനത്തെ ചില ടീം ഉണ്ടാകും. ഇപ്പൊ പ്രായമായ ആൾക്കാർ, അവർക്ക് ചില സമയത്ത് ബുദ്ധി മറയും, ചില സമയത്ത് അവര് നോർമൽ ആയിരിക്കും. ചില സമയത്ത് മോനെ കണ്ടാല് വാപ്പയാണെന്ന് വിചാരിക്കും, മക്കളെ കണ്ടാല് തിരിച്ചറിയൂല, അത്തുംപിത്തൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അവർക്ക് ബുദ്ധി മറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്ത് ബാധകല്ല? എന്ത് ബാധകല്ല? നിസ്കാരം ബാധകല്ല. എന്നാൽ ഒരു നോർമലായി നിൽക്കുന്ന സമയത്ത് എന്ത് ബാധകമാണ്? നിസ്കാരം ബാധകമാവുകയും ചെയ്യുന്നതാണ്. ഇവിടൊക്കെ എന്താ പ്രശ്നം വരുന്നത് വെച്ചാല്, ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ബുദ്ധിയില്ലാത്ത ആൾക്കാര് അല്ലെങ്കിൽ ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഓർക്ക് എന്തുണ്ടാവില്ല? നീയത്തുണ്ടാവൂല. ഒരു കർമ്മം ശരിയാകണമെങ്കിൽ എന്ത് വേണം? നീയത്ത് വേണല്ലോ. ഒരു ഭ്രാന്തന് എന്ത് ചെയ്യാൻ പറ്റൂല? നീയത്ത് വെക്കാൻ കഴിയൂല. അതുപോലെ തന്നെ പ്രായമായിട്ട് അത്തും പിത്തും പറയുന്ന ഒരാൾക്ക് നീയത്ത് കരുതാൻ പറ്റൂല. ഇതേ കേസ് തന്നെയാണ് നോമ്പിന്റെ വിഷയത്തിൽ വരിക. ഈ ഭ്രാന്തനക്ക് എന്തുണ്ടാവൂല? നോമ്പുണ്ടാവൂല. പ്രായമായിട്ട് ബുദ്ധി മറിഞ്ഞ ഒരാൾക്ക് നോമ്പുണ്ടാവൂല. ഇനി വളരെ പ്രായമായി ഓർക്ക് ബുദ്ധി തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് എങ്കിൽ ഓർക്ക് എന്തും കൊടുക്കേണ്ട ആവശ്യമില്ല. നോമ്പിന് പകരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഭക്ഷിപ്പിക്കേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും രണ്ടാമത്തെ ഷർത്തായിട്ട് ഷെയ്ഖ് പറയുന്നത് അല്ല അഖ്ലു, ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി ഉണ്ടായിരിക്കണം.
ഇവിടെ നമ്മൾ ഉറങ്ങുന്നവന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഉറങ്ങുന്നവന്റെ മേലിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് 12 മണിക്ക് ഉറങ്ങി, അയാൾ എഴുന്നേറ്റത് 5 മണിക്കാന്ന് വിചാരിക്കുക. 12 മണിക്ക് അയാൾ ഉറങ്ങി, അയാൾ എഴുന്നേറ്റത് 5 മണിക്കാണ്. ദുഹറിന്റെ സമയം കഴിഞ്ഞു, അസറിന്റെ സമയത്താണ് അയാൾ എഴുന്നേറ്റിട്ടുള്ളത്. അയാൾ ദുഹർ സ്കരിക്കേണ്ടതുണ്ടോ? സ്കരിക്കേണ്ടതുണ്ടോ? അപ്പൊ പേന ഉയർത്തപ്പെട്ടിട്ടില്ലേ? പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉറങ്ങുന്നവനാണ് അല്ലെങ്കിൽ മറന്നുപോയവനാണ് എങ്കിൽ ഓർക്ക് എന്ത് ചെയ്യണം? നിസ്കാരം നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹാ. ആരെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ കാര്യം അവൻ മറന്നുപോയി, പിന്നീട് എപ്പോഴാണോ അവൻക്ക് ഓർമ്മ വരുന്നത്, എപ്പോഴാണോ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്, ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ അതാണ് അതിന്റെ സമയം. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ അവന്റെ ദുഹറിന്റെ സമയം എപ്പോഴാണ്? അവൻ ഉണർന്ന ആ സമയമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നീ ഉറക്കത്തിന് പകരം ഒരാള് ബോധക്ഷയം സംഭവിച്ചതാണെങ്കിൽ, ഒരാളുടെ ബോധം മറഞ്ഞു, ഇപ്പോ 2 ദിവസം ഒരാൾക്ക് ബോധമില്ലാതെ കിടന്നു, അയാൾക്ക് 3-ാമത്തെ ദിവസം ബോധം തെളിഞ്ഞു, അയാൾ ആ കഴിഞ്ഞ 2 ദിവസത്തെ നിസ്കാരങ്ങൾ മടക്കി നിർവഹിക്കേണ്ടതുണ്ടോ? വേണ്ട. വേണമെന്നുള്ള അഭിപ്രായം ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇത്തഫഖൽ ഉലമ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആയിക്കോട്ടെ, അതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, എത്ര ചുരുങ്ങിയ സമയമാണ് ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടായത് എങ്കിലും, ഒരു നേരത്തെ നിസ്കാരമാണ് ബോധക്ഷയം കൊണ്ട് ഒരാൾക്ക് നഷ്ടപ്പെട്ടത് എങ്കിലും അയാൾ അത് മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതാണ് ഷാഫിഈ മദ്ഹബിലൊക്കെ ഉള്ള അഭിപ്രായം. അല്ലാഹു അലം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഒക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതാണ്. കാരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നത് എന്താ വെച്ചാല്, ഉറങ്ങുന്നവനെ പോലെയല്ല ബോധം നഷ്ടപ്പെട്ടവന്. ഉറങ്ങുന്നവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണർത്താൻ പറ്റും. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും. എന്നാൽ ബോധം കെട്ടവനെയോ നമുക്ക് ഉണർത്താൻ പറ്റും. അതോ അവന്റെ കയ്യിലുള്ളതല്ല, അത് അവന്റെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഓർക്ക് നിസ്കാരം ആ സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനത് വീട്ടിൽ നിർവഹിക്കേണ്ടതില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെയും ഷാഫിഈ മദ്ഹബിന്റെ ഒക്കെ അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, 3 ദിവസത്തിൽ കുറവാണ്, 3 ദിവസമോ അതിൽ കുറവോ ആണ് ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അയാൾ ആ നിസ്കാരം മടക്കി നിർവഹിക്കണം എന്നുള്ളതാണ്. 3 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണ്ട? മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഒക്കെ അഭിപ്രായം. ഏതായാലും 3 ദിവസത്തിൽ കുറവാണ് എങ്കിൽ ആ നിസ്കാരം മടക്കി നിർവഹിക്കലാണ് സൂക്ഷ്മത. എന്നാൽ നിർബന്ധമാണെന്ന് പറയാനുള്ള വകുപ്പില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഒക്കെ പറഞ്ഞതുപോലെ ആ ബോധം നഷ്ടപ്പെട്ട ആള് ഉറങ്ങുന്നവനെ പോലെയല്ല. അപ്പൊ അവൻക്കത് നിർബന്ധമല്ല. എന്നാൽ ഒരു സൂക്ഷ്മത എന്ന നിലക്ക് 3 ദിവസത്തിൽ താഴെയാണ് ഒരാൾക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ആ നിസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കുക എന്നതാണ് സൂക്ഷ്മത. അല്ലാഹു അലം. രണ്ടാമത്തെ ഷർത്ത് ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലോ, 3 ആൾക്കാരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അതിൽ 3-ാമത് നമ്മൾ എണ്ണിയ ആള് വസ്സഗീറു ഹത്താ യബ്ലുഗ എന്നാണ്. ചെറിയ കുട്ടി പ്രായപൂർത്തി ആകുന്നതുവരെ, ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നവരെ. അപ്പൊ എപ്പോഴാണ് ഒരാൾക്ക് പ്രായപൂർത്തിയാവുക? എപ്പോഴാ പ്രായപൂർത്തിയാവുക? 15 വയസ്സ്. 15 വയസ്സിന് മുമ്പ് ആർക്കെങ്കിലും പ്രായപൂർത്തിയാവോ? 15 വയസ്സിന് മുമ്പും പ്രായപൂർത്തിയാകും അല്ലെ? ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാൻ 3 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാൻ 4 കാരണങ്ങളുമാണ് ഉണ്ടാവുക. ഈ 4-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി. അവൾക്ക് പിന്നെ ദീനിന്റെ വിധികൾ ബാധകമാണ്. അവള് പിന്നെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഓള് കുറ്റക്കാരിയാണ്. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിക്ക് 3-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ മതി. ഈ 3 അടയാളങ്ങൾ ഉണ്ടാവണം നിർബന്ധമല്ല, 3-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ മതി. ഇതിൽ ഒന്നാമത്തേത് 15 വയസ്സ് തികയാന്നുള്ളതാണ്.
15 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയായി എന്നുള്ള കാര്യത്തിൽ എന്തില്ല, സംശയമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇസ്ലാമിന്റെ നിയമപ്രകാരം 15 വയസ്സ് തികഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയായി. പിന്നെ അവർക്ക് ദീനിന്റെ വിധികൾ ബാധകമാണ്. ഓൻ പിന്നെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഓന് കുറ്റക്കാരനാണ്. എന്നാൽ ചിലർക്ക് 15 വയസ്സിന് മുമ്പും പ്രായപൂർത്തിയാകും. ആൺകുട്ടിയാണെങ്കിൽ ഒന്ന് സ്ഖലനം സംഭവിക്കുക, സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി. അതല്ല എങ്കിൽ സ്വകാര്യ ഭാഗത്ത് ഗുഹ്യ രോമം മുളക്കുക, ഗുഹ്യ രോമം വന്നാലും അവർക്ക് എന്തായി, പ്രായപൂർത്തിയായി. ഈ 3 അടയാളങ്ങൾ ആർക്കുണ്ടാകും? പെൺകുട്ടിക്കും ഉണ്ടാവും. ഈ 3 അടയാളങ്ങൾ പെൺകുട്ടിക്കും ഉണ്ടാവും. എന്നാൽ പെൺകുട്ടികൾക്ക് ഒരു അടയാളം കൂടി അധികം ഉണ്ടാകും. അത് അവരുടെ മെൻസസ് ആണ്, അവരുടെ ആർത്തവമാണ്. അപ്പൊ 4-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പെൺകുട്ടി പ്രായപൂർത്തിയായി. പിന്നെ ഈ 4-ൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പിന്നെ മര്യാദക്ക് ഹിജാബ് ധരിച്ചിട്ടില്ല എങ്കിൽ ആർക്കാണ് കുറ്റം? ഓൾക്കും കൂടിയാണ് കുറ്റം. അതിനു മുമ്പ് ശരിക്കും ഹിജാബ് ധരിക്കുക, ഓളെ ശീലിപ്പിക്കുക എന്നുള്ളത് ആരുടെ മേലുള്ളതാണ്? ഓരോ വാപ്പാന്റെയും ഉമ്മാന്റെയും മേലുള്ളതാണ്. എന്നാൽ പ്രായപൂർത്തിയായതിനു ശേഷം ഓളത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതിന്റെ കുറ്റം ഓൾക്ക് കൂടിയാണ്. പിന്നെ നിസ്കരിക്കുന്നില്ല എങ്കിൽ ഓൾ അതിന് കുറ്റക്കാരിയാണ്. അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ 4 അടയാളങ്ങളാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുക, 3 അടയാളങ്ങളാണ് ആൺകുട്ടികൾക്ക് ഉണ്ടാവുക. ഇത് 4 ഒരുമിച്ചുണ്ടാവണമെന്നല്ല, ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരടയാളം ഉണ്ടായാൽ അവർക്ക് പ്രായപൂർത്തിയായി എന്നതാണ് വിഷയം. രണ്ടാമത്തെ ഷർത്ത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഷർത്ത് അൽ അഖിൽ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി അശ്ശർതു സാലിസ്, മൂന്നാമത്തെ ഷർത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ ഷർത്ത് അത്തമീസ്. അത്തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവ് എത്തുക എന്നുള്ളതാണ്. വകതിരിവ് എത്തുക. നമ്മൾ പറഞ്ഞു നിസ്കാരം നിർബന്ധാകാനുള്ള നിബന്ധനയല്ല നമ്മൾ പറയുന്നത്. വകതിരിവ് എത്തിയ നിസ്കാരം എന്താവൂല? നിർബന്ധാവൂല. വകതിരിവ് എത്തിയ നിസ്കാരം നിർബന്ധം. പ്രായപൂർത്തി എത്തിയാൽ എന്ത് നിർബന്ധാവുള്ളൂ? നിസ്കാരം നിർബന്ധാവുള്ളൂ. എന്നാൽ നിസ്കാരം ശരിയാകണമെങ്കിൽ എന്തെത്തണം? വകതിരിവെത്തണം. നിസ്കാരം ശരിയാകണമെങ്കിൽ വകതിരിവെത്തണം. അപ്പൊ നിസ്കാരം ശരിയാകാനുള്ള മൂന്നാമത്തെ നിബന്ധന അത്തമീസ്, വകതിരിവെത്തുക എന്നുള്ളതാണ്. വദിദ്ദുഹു അസ്സിഗറു, ആ വകതിരിവെത്തുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീതമാണ് അസ്സിഗർ, ചെറുപ്പം. വഹദ്ദുഹു സബ്ഉ സിനീൻ, ആ വകതിരിവിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, പ്രായം എന്ന് പറഞ്ഞാൽ 7 വയസ്സാണ്. അങ്ങനെ 7 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവനോട് എന്ത് ചെയ്യുക? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബ്നാഅകും ബിസ്സലാത്തി ലിസബ്ഇൻ, 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ, 10 വയസ്സായി കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ പേര് നിങ്ങൾ അടിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണം? വിരിപ്പിൽ മാറ്റിക്കിടത്തുകയും ചെയ്യണം. ഒരേ വിരിപ്പിൽ പിന്നെ ഉറങ്ങാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഓക്കെ, അപ്പോൾ തമീസിന്റെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 7 വയസ്സ് എന്നതാണ്. ആ 7 വയസ്സ് എന്നത് ഭൂരിഭാഗം നോക്കിയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ചിലർക്ക് എന്ത് ചെയ്യും? 7 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യും? വകതിരിവ് എത്തും. ചിലർക്ക് 7 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ വകതിരിവ് എത്തുകയും ചെയ്യൂല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളൊക്കെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ചരൽക്കല്ലും അതുപോലെ തന്നെ തീക്കനലും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായം. ഒരു തീക്കനലും ഒരു ചരൽക്കല്ലും കണ്ടാല് ആ തീക്കനല് ഞാൻ തൊട്ടാല് എന്റെ കൈ പൊള്ളും എന്നൊരു കുട്ടിക്ക് തൊടാതെ തന്നെ മനസ്സിലാകുന്ന ഒരു സമയമുണ്ടല്ലോ. അതാണ് ഒരു വകതിരിവിന്റെ ഒരു രീതിയായിട്ടൊക്കെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വകതിരിവ് എത്തിയാലും അവൻ ചെയ്യുന്ന നന്മകൾക്ക് കൂലി ഉണ്ടാകും. വകതിരിവ് എത്തിയാലും അവൻ ചെയ്യുന്ന നന്മകൾക്ക് കൂലി ഉണ്ടാകും. എന്നാൽ അവൻ ചെയ്യുന്ന തിന്മകൾക്ക്, തെറ്റുകൾക്ക് എന്തുണ്ടാവില്ല? കുറ്റം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. ഇപ്പൊ ഒരു 7 വയസ്സായ ഒരു കുട്ടി, ഓനെ നമ്മളെ പുരേന്ന് ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്തെ പുരന്റെ ജനൽ തച്ചണ്ട് പൊട്ടിച്ചു, അപ്പുറത്തെ പുരന്റെ ജനല് അടിച്ചു പൊട്ടിച്ചു. ഓർക്ക് അതിൽ എന്തുണ്ടാവൂല? കുറ്റം ഉണ്ടാവൂല. അന്യന്റെ മുതലാണ് ഓൻ എന്ത് ചെയ്തിട്ടുള്ളത്? നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഓർക്ക് എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. കാരണം ഓർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തി ആയാലേ അവർക്ക് ആ
തെറ്റുകൾ രേഖപ്പെടുത്തി തുടങ്ങുകയുള്ളൂ. അതിന് മുമ്പോ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്തുണ്ടാവില്ല, കുറ്റം ഉണ്ടാവില്ല. എന്നാൽ അതിന് നഷ്ടപരിഹാരം എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അത് ഓൻക്ക് മുതലുണ്ടെങ്കിൽ ഓന്റെ മുതൽ കൊടുക്കണം, അല്ലെങ്കിൽ ഓന്റെ വാപ്പ കൊടുക്കണം, ഓന്റെ വലിയ ആരാണോ അവരത് കൊടുക്കണം. ഇപ്പൊ ഒരു പോത്ത് അപ്പുറത്തെ പറമ്പ് പോയിട്ട് അവിടുത്തെ പച്ചക്കറി മുഴുവൻ കണ്ട് തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പോത്തിന് എന്തെങ്കിലും കുറ്റുണ്ടോ? അതിന് തക്ലീഫില്ലല്ലോ, അതിന് നിയമങ്ങൾ ബാധകല്ല. എന്നാൽ ആ പോത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, അതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ തിന്മകൾ രേഖപ്പെടുത്തി തുടങ്ങുക. അതിനു മുമ്പ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് എന്തുണ്ട്, കൂലിയുണ്ട്. നന്മകൾ അള്ളാഹു അതിനു മുമ്പേ രേഖപ്പെടുത്തും. എന്നാൽ തിന്മകൾ രേഖപ്പെടുത്തുക പ്രായപൂർത്തിയായതിനു ശേഷമാണ്. നമ്മൾ പറഞ്ഞു വന്നത് നിസ്കാരം ശരിയാകാനുള്ള മൂന്നാമത്തെ ഷർത്താണ് അത്തമീസ്, വകതിരിവ് എത്തുക എന്നത് നിസ്കാരം ശരിയാകാനുള്ള ഷർത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വകതിരിവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ചെയ്യുന്ന നിസ്കാരം അത് സ്വീകാര്യോഗ്യമാണ്, അത് ശരിയാകും. എന്നാൽ വകതിരിവ് എത്തി എന്നുകൊണ്ട് ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധാവോ? നിസ്കാരം നിർബന്ധാവുകയില്ല. അവന്റെ തിന്മകൾ രേഖപ്പെടുത്തി തുടങ്ങുക അവൻക്ക് പ്രായപൂർത്തി ആയി കഴിഞ്ഞാലാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന തെറ്റുകൾ രേഖപ്പെടുത്തുകയില്ല, അവന്റെ പേരിൽ രേഖപ്പെടുത്തുകയില്ല. എന്നാൽ ചില തെറ്റുകളൊക്കെ എന്ത് ചെയ്യും, പാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ചെറിയ കുട്ടികളെ സ്വർണം ധരിപ്പിക്കുക. പ്രസവിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു രീതിയാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നും നോക്കലില്ല, സ്വർണം ധരിപ്പിക്കും. എന്നിട്ട് അതിനൊരു ന്യായം കൂടി പറയാം, ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല എന്നൊക്കെ ന്യായം പറയുന്നവർ ഉണ്ട്. കുട്ടി ആൺകുട്ടിയാണ് എങ്കിൽ സ്വർണം ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഹറാമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയൊന്നുമില്ല. അപ്പൊ അത് കുട്ടി ധരിച്ചാൽ കുട്ടിക്ക് അതിനെന്തില്ല, കുറ്റല്ല. കുറ്റാർക്കുണ്ടാവുക, ആപ്പാക്കും ഉമ്മാക്കുമാണ്. ഒരാളൊരു ഗ്ലാസ്സിൽ കള്ളു കൊണ്ടുവന്നിട്ട് 2 വയസ്സായ ഒരു കുട്ടിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു, ആ കുട്ടി അത് കുടിച്ചു, ആ കുട്ടിക്ക് അതിനെന്തില്ല, കുറ്റല്ല. ഒഴിച്ചു കൊടുത്തോൻക്കാണ് കുറ്റുള്ളത്. അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളിൽ തമീസിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ കുറ്റം മാതാപിതാക്കൾക്ക് ഉണ്ടാകും. ഏതായാലും പ്രായപൂർത്തിയായി കഴിഞ്ഞാലേ ഒരു കുട്ടിയുടെ പേരിൽ ആ കുറ്റം വരികയുള്ളൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുറു അബ്നാഅക്കും ബിസ്സലാത്തി ലിസബ്ഇൻ, 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ, 10 ആയി കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ പേരിൽ അവരെ അടിക്കുകയും ചെയ്യുക. ആ അടിന്റെ രീതി എങ്ങനെയാണ്? ഓനൊരു മൂലക്കല ഇട്ടിട്ട് പിടിച്ചണ്ട് പൊട്ടിക്കല, ഓന്റെ എല്ലും തോലൊക്കെ വേറിട്ടുന്ന പോലെ ചോര പുറത്തേക്ക് വരുന്ന നിലക്ക് പിടിച്ച് അടിച്ച് തീരുമാനാക്കലാണോ? അല്ല. അവന്റെ രക്തം പൊടിയാത്ത നിലക്ക്, എല്ല് പൊട്ടാത്ത വിധത്തിൽ, ഓൻക്ക് ആ ഓൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്ന നിലക്കുള്ള അടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ല് മുറിയുന്ന നിലക്കുള്ള അടി ഒരിക്കലും ചെയ്യുന്നില്ല, ഇസ്ലാം നമ്മളോട് പറയുന്നില്ല. അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികളുടെ തർബീയത്തിന്റെ വിഷയത്തിൽ അടിക്കുമ്പോൾ ഓരോ ചോര പൊടിയുന്ന നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അടിക്കാൻ പാടില്ല. എല്ല് പൊട്ടുന്ന നിലക്ക് അടിക്കാൻ പാടില്ല എന്നാണ്. ഇനി ചില ആൾക്കാരുണ്ട്, കുട്ടിക്ക് 10 വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല, 8 വയസ്സോ 9 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നിസ്കരിക്കാത്തിന്റെ പേരിൽ അടി തുടങ്ങും. അപ്പൊ നമ്മൾ നബിനെക്കാളും വലിയ ആൾക്കാരാകാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, അടിക്കാന്നാണ്. അപ്പൊ 10 വയസ്സിന് മുമ്പ് നിസ്കരിക്കാതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു കുട്ടിനെ അടിക്കേണ്ടതില്ല. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഓനോട് പറയേണ്ട സമയമാണ്. 10 വയസ്സിൽ ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. പ്രായപൂർത്തിയായാലാണ് നിസ്കാരം നിർബന്ധമാവുക. പിന്നെ എന്തിനാ പറയാൻ പറഞ്ഞത്? അതാ നന്മ ശീലിക്കാനാണ്. 15 വയസ്സായി പ്രായപൂർത്തിയായിട്ട് ഓനോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ അതിന് മുമ്പേ ഓന് മടിയനായി തീർന്നിട്ടുണ്ടാവും. പിന്നെ ഓർക്ക് നിസ്കാരം തുടങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ എന്ത് ചെയ്യാൻ പറഞ്ഞത്, കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ കൂടെ കൂട്ടുക. നമ്മൾ പള്ളിക്ക് പോരുമ്പോൾ ഓരെയും വിളിക്കുക. ഈ സുബൈന്റെ ഒക്കെ കാര്യത്തിൽ പലരും തീരെ ശ്രദ്ധിക്കാറില്ല. അപ്പ വിളിച്ചാലേ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ചില കുട്ടികളുണ്ട് പൊന്തുള്ളൂ. ഉമ്മ ഒരു 10,000 വട്ടം വിളിച്ചാലും കുട്ടി നീക്കൂല. അപ്പൊ ഒരു വിളി വിളിച്ചാൽ തന്നെ എന്ത് ചെയ്യും,
കുട്ടി ചാടി നീറ്റ് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ടീം ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, വാപ്പ ഒന്ന് വിളിക്കാൻ നോക്കിയാൽ മതി, അയച്ചാണ്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവും. ഓൾക്ക് നിസ്കാരം ഉണ്ടാവില്ല, പള്ളി ഉണ്ടാവില്ല. അപ്പൊ ആ നിലക്കല്ല, നമ്മുടെ നന്മകളിൽ നമ്മുടെ മക്കളും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നബി ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കുട്ടീനെ എടുത്തിട്ട് നബി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കടന്നു. സുജൂദിൽ കടന്നപ്പോൾ സുദീർഘമായ നേരം സുജൂദ്. സഹാബിമാരൊക്കെ ബേജാറായി പോയി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റിയോ, ഇനി നബിക്ക് പുതിയ വല്ല വഹയും വന്നോ? അങ്ങനെ ഒരു സഹാബി തല ഉയർത്തി നോക്കി. നിസ്കാരത്തിനിടയിൽ മൂപ്പര് തല ഉയർത്തി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറിയിട്ട് ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടിൽ ആരെങ്കിലും ഒരാൾ അവര് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രായത്തിൽ നബിന്റെ കൂടെ ആര് പള്ളിയിൽ വന്നിട്ടുണ്ട്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഏതായാലും 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുക, ശീലിപ്പിക്കാം. 7 വയസ്സിന് മുമ്പ് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരുടെ നിസ്കാരം ഇടങ്ങാറാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് 7 വയസ്സിന് മുമ്പ് കൊണ്ടുവരാം, അതിനെന്തില്ല, തടസ്സമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ പള്ളിയിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഷർത്ത്, തമീസ്, വകതിരിവ് എത്തുക. വകതിരിവ് എത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം സ്വീകാര്യോഗ്യമാണ്. തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ബാക്കി ഷർത്തുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത് തുടങ്ങുന്നത്. ഏത് സൂറത്തിലാണ് അതുള്ളത്? സൂറത്തുൻ നംലിലാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൻ നംലിൽ 2 ബസ്മലയുണ്ട്. ഒന്ന് തുടക്കത്തിലുള്ളത്, 2 30-ാമത്തെ ആയത്തിൽ വരുന്ന ആ ബസ്മല. 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് 3 ആൾക്കാർ? ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ, പിന്നെ ഭ്രാന്തന്റെ ഭ്രാന്ത് മാറുന്നത് വരെ, പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടി അല്ലെ, പ്രായപൂർത്തിയാകുന്നത് വരെ ഒന്നെ അടുത്തുനിന്ന് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഷർത്തും റുക്നും തമ്മിലുള്ള വ്യത്യാസം? ഷർത്ത് നിസ്കാരത്തിന്റെ പുറത്താണ്. ഒരു ഉദാഹരണം പറയാൻ പറ്റും ഷർത്തിന്? വുദൂ അല്ലെ, നിസ്കാരത്തിന് പുറത്തുള്ള സംഗതിയാണ്. നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുദൂ എടുക്കണം. അത് നിസ്കാരത്തിന്റെ പുറത്താണ്. ഓക്കെ. റുക്നോ? നിസ്കാരത്തിന്റെ ഉള്ളിലാണ്. റുക്കിന് ഒരു ഉദാഹരണം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്കിനാണ്. ഓക്കെ. നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട്? 9 ഷർത്തുകളാണുള്ളത്. അത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളാണോ, നിസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളാണോ? നിസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളാണ്. നിസ്കരിക്കാത്തതിന് കാഫിറായൊരു മനുഷ്യനും കുറ്റമുണ്ട് എന്നതിന് തെളിവ് പറയാൻ പറ്റുമോ? നാളെ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം നരകക്കാരായ കാഫിറുകളോട് അല്ലാത്തവർ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അപ്പൊ കാഫിറുകളായ ആൾക്കാർ പറയുന്ന മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാൻ എത്ര അടയാളങ്ങൾ ഉണ്ടാകും? 4 അടയാളങ്ങൾ. ആൺകുട്ടിക്കോ 3 അടയാളങ്ങൾ. ഈ 3 അടയാളങ്ങളും ഒരുമിച്ചുണ്ടായാലാണോ പ്രായപൂർത്തിയാവുക? അല്ല. 3-ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവും. ചിലപ്പോൾ 12 വയസ്സാകുമ്പോൾ അവർക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ രോമം മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 15 വയസ്സാകാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഓൻ പ്രായപൂർത്തി എത്തി, പിന്നെ ഓനക്ക് വിധികൾ ബാധകമാണ്. പിന്നെ ഓൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഓനക്ക് കുറ്റമുണ്ട്, ശിക്ഷ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ തന്നെ അത് ബാധകമാകും എന്നതാണ് വിഷയം. ഭ്രാന്തിന് എന്താ അറബിയിൽ പറയാ? ജുനൂൻ. ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ഭ്രാന്തനോ? മജ്നൂൻ. മജ്നൂൻ. എന്തുകൊണ്ടാണ് സ്വർഗത്തിന് ജന്നത്ത് എന്നുള്ള പേര് വന്നത്? ഇടതൂർന്ന തോട്ടമാണത് അല്ലെ. ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണൂല, പുറത്തുനിന്ന് നോക്കിയാൽ
ഉള്ളുക്കും കാണൂല. അപ്പൊ അങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് ജന്ന എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ മറഞ്ഞത് എന്നാണ് അർത്ഥം. ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറയുന്നിടത്ത് ഖുർആൻ പ്രയോഗിച്ച വാക്കതാണ് ഫലമ്മ ജന്ന അലൈഹി ലൈലു, രാത്രി മറയിട്ടപ്പോൾ. ജന്ന അതാണ് ജിന്ന്, ജുനൂന്, ജുന്നത്ത്, ജനീന്, അതൊക്കെ അങ്ങനെ ആ മറ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഏതായാലും 3 ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ഭാഗത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? പറഞ്ഞ ഭാഗങ്ങൾ ക്ലിയർ. നിങ്ങൾക്ക് തിരിയുണ്ടോ? ഞാൻ പറയുന്നത് തിരിയുണ്ടല്ലോ അല്ലേ? ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് എന്ത് ചെയ്യാം, നോട്ട്സ് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അബുൽ ജലാൽക്കാരൻ്റെ കോൺടാക്ട് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അബുൽ ജലാൽക്കാർക്ക് അയച്ചു കൊടുക്കാം. ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് വായിക്കാനും മൊത്തത്തിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ആ നോട്ട്സിൽ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ശുറൂത്തു സലാത്ത് കഴിഞ്ഞിട്ട് ഒരു പരീക്ഷയൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യാം. എന്നാലും അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ ഇരിക്കുന്ന ഈ സമയം അതൊരിക്കലും വെറുതെ ആവില്ല. ഒരു 3/4 മണിക്കൂർ സമയമാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ സമയമാണ്. ഒന്ന്, നമ്മൾ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ പള്ളിയിലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ആ ദീനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനെ പറ്റിയിട്ട് പഠിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഇരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ഇരുത്തം കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.